ടു. ഇന്നലെ നമ്മൾ നിഫ്റ്റിയിൽ പറഞ്ഞിരുന്ന ലെവലുകളുടെ മാർക്കറ്റിന്റെ റിയാക്ഷൻ ആണ് ഈ കാണുന്നത്. മാർക്കറ്റ് ഓപ്പണായി അതിനുശേഷം നമ്മൾ പറഞ്ഞിരുന്ന ലെവലിൽ റീടെസ്റ്റ് എടുത്ത് അടുത്തൊരു മൂവ്മെന്റ് താഴോട്ട് വന്ന് പറഞ്ഞ ലെവലിൽ റീടെസ്റ്റ് എടുത്ത് അടുത്ത 24,653 ലെവല് ഇതിന്റെ താഴെ ഇറങ്ങിയതിന് ശേഷം അത് ബ്രേക്ക് ചെയ്യാനാവാതെ 1 മണി വരെ അതിന് ആ റേഞ്ചിൽ തന്നെ തുടർന്നതിന് ശേഷം വീണ്ടും ആ റേഞ്ച് ബ്രേക്ക് ചെയ്ത് നമ്മൾ ലാസ്റ്റ് സാധ്യത പറഞ്ഞിരുന്ന ലെവലില് ടെസ്റ്റ് എടുത്ത് നിൽക്കുകയാണ്. ക്ലോസിംഗിലും ആ ടെസ്റ്റിൽ തന്നെ അവസാനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇത് നോക്കി മാർക്കറ്റിനെ സപ്പോർട്ട് അല്ല റെസിസ്റ്റൻസ് ട്രേഡ് എടുത്തവർക്കൊക്കെ നല്ല പ്രോഫിറ്റ് ഇന്ന് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഇപ്പോ സ്ട്രൈക്കിന്റെ കാര്യത്തിന് സ്ട്രൈക്ക് എന്നല്ല പറഞ്ഞിരുന്നത് 24,800 കോൾ ഓപ്ഷൻ ആണ് പറഞ്ഞിരുന്നത്. മോർണിംഗ് ടൈമിൽ 24,800 കോൾ നമ്മൾ പറഞ്ഞ ലെവലിൽ എല്ലാം ഹിറ്റ് ചെയ്തു. 176 അതിന്റെ മുകളിൽ ഓപ്പൺ ആയി പറഞ്ഞത് 215 ഹിറ്റ് ചെയ്തതിനു ശേഷമാണ് താഴോട്ട് ഇറങ്ങാൻ തുടങ്ങിയത്. രണ്ടാമത് അതൊരു 10 മണിക്ക് വീണ്ടും ഒരു 150-160 റേഞ്ചിൽ എൻട്രി ഉണ്ടായിരുന്നു. ആ എൻട്രി കറക്റ്റായിട്ട് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. 215 വരെ ടാർഗറ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിനുശേഷം അത് താഴോട്ട് പോകും. താഴോട്ട് ഞാൻ പറഞ്ഞായിരുന്നു 114 ഒരു സപ്പോർട്ട് സോൺ ആണ്. അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ താഴോട്ട് തന്നെ പോകും. ഇനി പുട്ട് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ 24,600 പുട്ടാണെന്ന് പറഞ്ഞിരുന്നത്. ഇത് വാച്ച് ചെയ്തവർക്കറിയാം 121 ആണ് ഞാൻ ഏറ്റവും താഴത്തെ ഒരു സപ്പോർട്ടായിട്ട് പറഞ്ഞിരുന്നത്. മാർക്കറ്റ് ഓപ്പണായി ആദ്യത്തെ ആ മൂവ്മെന്റിൽ അതിന്റെ താഴെ ഓപ്പണായി തിരിച്ച് താഴെ വരെ പോയി അതിന് മുകളിൽ കയറിയ സമയത്ത് ഈ മോർണിംഗ് എൻട്രി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. 121 മുകളിൽ കയറുമ്പോൾ നമുക്ക് അത് എൻട്രി പോകാവുന്നതാണ്. എൻട്രി പോകുന്നതിന് റീസൺ ഇവിടുത്തെ ഈ റിജക്ഷൻ ആണ്. അതായത് 24,800 എന്ന് പറഞ്ഞ നമ്മുടെ ലെവല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലെവലിൽ വന്നിരിക്കുന്ന ഈ വിക്കോട് കൂടിയ ഈ റിജക്ഷൻ ആണ് അവിടെ എൻട്രി നമ്മളെ പോകാൻ പ്രാപ്തരാക്കുന്നത്. അപ്പോൾ ആ റിജക്ഷൻ കിട്ടി. അതിന്റെ ടാർഗറ്റ് 158, 151 എവിടെയോ ഞാൻ അറിഞ്ഞു. 158 ബുക്ക് ചെയ്തത്. അതിനുശേഷം അത് മുകളിൽ എല്ലാ ടാർഗറ്റും എടുത്തിട്ടുണ്ട്. പറഞ്ഞിരുന്ന 167, 78, 84, 98, 216 എന്ന ടാർഗറ്റിന് ജസ്റ്റ് എടുത്തു. 215 വലിയ സംതിങ് കാര്യം. അത് ഇതിലാണ് ചിലപ്പോൾ 216 ഫിറ്റ് ആയിട്ടുണ്ടാകും. കാരണം ഇത് ഓരോ ട്രേഡറിലും ഇതിലും ചെറിയ വേരിയേഷൻ കാണിക്കും. 215.55 പോയിട്ടുണ്ട്. ആ മോർണിംഗ് ട്രേഡ് ഈ ഒരു നല്ലൊരു എൻട്രി ആയിരുന്നു. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ അറിയാം 167 തന്നെ സസ്റ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു റേഞ്ച് എടുക്കുകയാണ് ചെയ്തത്. 167, 198 ഈ ലെവലുകൾ വാച്ച് ചെയ്തുകൊണ്ടിരുന്നവർക്ക് അത്യാവശ്യം നല്ല ട്രേഡുകൾ ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ലിസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,542 ഫ്ലാറ്റ് ഓപ്പണിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് റേഞ്ചുകൾ 24,579, 24,504 രണ്ട് റേഞ്ചിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതിന്റെ മുകളിൽ ഗ്യാപ്പ് കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ആണെങ്കിൽ എനിക്ക് ഇത് ടാർഗറ്റ് ആയിക്കൊണ്ട് 664 ടാർഗറ്റ് ആയിക്കൊണ്ട് നമുക്ക് ചെയ്ത് പോകാം. ഓൺലൈൻ ട്രേഡിന്റെ കാര്യമാണ് പറയുന്നത്. ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ 504 റിസൾട്ട് തന്നെ 417 ടാർഗറ്റ് ആകും. ഇതിന്റെ മുകളിലുള്ള ലെവലുകൾ
24 664, 24 723, 760, 760 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 24 801, താഴെയുള്ള ലെവലുകൾ 24 417, 24 298, 24 225. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷൻ പറഞ്ഞാൽ നമ്മൾ സ്ട്രൈക്ക് ഏത് സ്ട്രൈക്ക് ഫിൽ ചെയ്യണം എന്നുള്ളതാണ്. സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം. നാളെ ഞാൻ ആദ്യം സ്ട്രൈക്കില് 24 500 കോൾ ഓപ്ഷന് കോൾ സ്ട്രൈക്ക് 24 500 കോൾ ഓപ്ഷനാണ്. എനിക്ക് നിലവിൽ എൻട്രി എടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല നിൽക്കുന്നത്. ഇപ്പോൾ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ തന്നെ അല്ലെങ്കിൽ നിഫ്റ്റി ഈ 24 579 ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 24 500 ഓപ്ഷന്റെ എമൗണ്ട് പ്രൈസ് ഈ 177 മുകളിൽ അല്ലെങ്കിൽ 270 മുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ ടാർഗറ്റ് എടുത്ത് ഈ 206 വരെ ടാർഗറ്റ് എടുക്കുന്നുണ്ട്. കോൾ വാങ്ങും. അതിന്റെ മുകളിൽ ക്ലോസ് കിട്ടിയാൽ 242 വരെ, പിന്നെ 262 271. അതായത് ഈ ഒരു ഇത് തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, നിൽക്കുന്ന സിറ്റുവേഷൻ വെച്ച് 206 തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ലെവലാണ്. ബുക്ക് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം കയറുവാണെങ്കിൽ തന്നെ. അതിനുശേഷമുള്ള അടുത്ത ലെവല് നമ്മൾ 242. ഇനി ഫുഡ് ഓപ്ഷൻ സ്ട്രൈക്ക് സെലക്ട് ചെയ്യേണ്ടത് 24 600 ഫുഡ്, 24 600 ഫുഡ് നമുക്ക് നല്ല മാന്യമായ റിട്ടേൺ വന്ന ഓപ്ഷൻ സ്ട്രൈക്കാണ്. അപ്പോൾ ഇതിൽ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ 131 ആണ്. അപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു മൂവ്മെന്റ് മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ അതിന്റെ ലെവല് ഈ 24 579 എത്തുമ്പോൾ ഒരു നിഫ്റ്റി ഒരു റെസിസ്റ്റൻസ്, ഞാൻ പറഞ്ഞിരിക്കുന്ന റെസിസ്റ്റൻസ് പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിരിക്കുന്ന ലെവലില് സ്ട്രൈക്കിന്റെ പ്രൈസ് എത്തിയിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. സ്ട്രൈക്കിംഗ് പ്രൈസ് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് അതിന്റെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് 5 മിനിറ്റ് ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്യാം. ബൈ ചെയ്ത് തൊട്ടടുത്ത് ടാർഗറ്റ് എടുക്കാം. ഇപ്പം താഴോട്ട് ഗ്യാപ്പ് ഡൗൺ ആണ് വരുന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിലായിരിക്കും ഓപ്പൺ കിട്ടുക. 164 ഒരു ഇമ്പോർട്ടൻ്റ് ലെവലാണ്. ഇതിന്റെ മുകളിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ 284, 198, 218, 229 ഒക്കെ ടാർഗറ്റ് ആക്കി എടുക്കാറുണ്ട്. പി ബൈ ചെയ്തുകൊണ്ട് 24 600 പി ബൈ ചെയ്തുകൊണ്ട് പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും നാളെ കാണാം.